ഞാനും സുഹൃത്ത് ആയിരസും കൂടി ഇന്ന് വൺ ഡേ ട്രിപ്പ് പോവുകയാണ്. ഞങ്ങൾ പോകുന്നത് കൊടകിലാണ്. കൊടകിലെ ദുബാരു എലിഫൻ്റ് ക്യാമ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നമ്മൾ ഇവിടുന്ന് പോകുന്നത് രാവിലെ 6 മണിക്കാണ്. പെരിങ്ങത്തൂര്, കൂത്തുപറമ്പ്, ഇരിട്ടി മട്ടന്നൂർ, മാങ്കൂട്ട ചുരം വഴി വീരാജ്പേട്ട, അവിടുന്ന് കുശാൽ നഗർ റോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇരിട്ടി പാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂട്ടുപുഴയ്ക്ക് എത്താറാകുമ്പോൾ ഞങ്ങൾ എണ്ണയൊക്കെ അടിച്ചു. നമ്മളങ്ങനെ കേരള കർണാടക ബോർഡറായിട്ടുള്ള കൂട്ടുപുഴ പാലത്തിലാണിപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മൾ കർണാടകത്തിലേക്ക് എത്തി. ഇവിടുന്ന് അങ്ങോട്ടാണ് മാങ്കൂട്ട ചുരം തുടങ്ങുന്നത്. നമ്മളിപ്പോൾ മാങ്കൂട്ട ചുരം വഴിയാണ് കടന്നു പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാട്ടോ ചുരം ആരംഭിക്കുന്നത്. ഇതിന് കുറേ സമയം മാങ്കൂട്ട ചുരമുണ്ട്. നമ്മളങ്ങനെ മാങ്കൂട്ട ചുരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊടക് വീരാജ്പേട്ട ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിലെത്തിയതിന് ശേഷം റോഡുകളൊക്കെ വളരെ മോശമാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ ഞങ്ങളങ്ങനെ വീരാജ്പേട്ട ടൗണ് കഴിഞ്ഞ് കുശാൽ നഗറിലേക്കുള്ള റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ സഞ്ചരിച്ചതിന് ശേഷം നമ്മൾ ഇളനീർ കണ്ട ഒരു തേല്. ഇത് എന്തോ ഒരു കൃഷിസ്ഥലമാണെന്ന് തോന്നിയത്. ഇത് കാപ്പിയാടാ, കാപ്പി. ഒരു വികലാംഗനാന്ന് തോന്നുന്നു ഇയാള്. ഇളനീരുണ്ടല്ലേ? ആവണം.
വിശാലമായിട്ടുള്ള ഒരു പാർക്കിങ്ങിൽ നമ്മൾ സ്കൂട്ടർ ഇവിടെ വെച്ചതിന് ശേഷം ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് നടക്കണം. ഇവിടെ ഫുള്ള് തിരക്കാണിന്ന്. അപ്പോൾ ഈ ദിവസം ഒരുപാട് കേരള, കർണാടക, ഗോവ വണ്ടികൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുതിര സവാരിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാണ് ഇവിടെ. ദുബാര എലിഫൻ്റ് ക്യാമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മൾ എത്തുമ്പം 11 മണിക്കടുത്തായിരുന്നു. 10:30 11 മണിയായിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ രാവിലത്തെ ഷോ 9 മണി മുതൽ 11:30 മണി വരെയും വൈകുന്നേരത്തെ ഷോ 4 മണി മുതൽ 5:30 മണി വരെയാണ് ഇവിടുത്തെ നടക്കുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് റിവർ റാഫ്റ്റിങ്ങും അതേപോലെ തന്നെ ബോട്ടിലും കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരുടെ നീണ്ട നിരയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇനി ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എലിഫൻ്റ് ക്യാമ്പിലെ ഷോൻ്റെ ടൈമും അതേപോലെ ടിക്കറ്റിൻ്റെ റേറ്റും ഈ നോട്ടീസ് ബോർഡിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് കാവേരി റിവറാണ്. ഒരുപാട് റിവർ റാഫ്റ്റിങ്ങിൻ്റെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാവേരി നദിയുടെ മറുകരയിലാണ് നമ്മുടെ എലിഫൻ്റ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബോട്ട് വളച്ചു വെക്കുന്നത് നല്ലൊരു കാഴ്ച തന്നെയാണ് അല്ലേ?
ഒരുപാട് പേര് റിവർ റാഫ്റ്റിംഗ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഒരു പക്ഷിക്കൂട് വാങ്ങിയിട്ടുണ്ട്. 180 രൂപയാണ് ഇയാൾ പറയുന്നത്. 2 ഇതുള്ള ഇതെന്താ ജഗ്ഗ ബിയർ മഗ്ഗ ഇത്. ആഹാ, ഈ ഷോപ്പിന്റെ പേരെന്താ? കൂർഗ് പൈസസ്. ആ, ഓക്കെ. അത്യാവശ്യമുള്ള സാധനം ഉണ്ടല്ല. ഈ ഭാഗങ്ങളിൽ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്ന സുവനീർ കടകളാണ്. കോഫി ഷോപ്പുണ്ട്, സുവനീർ കടകൾ, അതേപോലെ ഐസ്ക്രീം പാർലർ, ഇതൊക്കെയാണ് കൂടുതലായും ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളങ്ങനെ ഗോൾഡൻ ടെമ്പിളിലെത്തി. ദലൈലാമയുടെ ഫോട്ടോ ആണ് നമ്മൾ കാണുന്നത്. പ്രാർത്ഥനേൻ്റെ സമയമായതുകൊണ്ട് എല്ലാവരും ഹാളിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോൾഡൻ ടെമ്പിളിലെ പ്രാർത്ഥനയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് നിസർഗദമ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. How much, brother? 1,000. 1,000 rupees. This? Same? 3,500. 3,500 ഇത്. 450.
Beer? Mazda. Asra? Mazda. How much? Good है. Good. Good? हाँ अच्छा. अच्छा है? Mazda nggak है नपा नहीं. हाँ. Deh, nggak sabar nih. Nggak tenai pada good था. Good? Good. Nggak है. नपा नहीं. तो sabar नहीं nggak. Mazda Dew. Dew? Oh Dew. Daily? Dew? Dew. Mazda ये है. एनर्जी ड्रिंक्स है. पानी पड़ा टमाटर है. पानी ये मसेरा. हाँ नहीं. हाउ मच गुड. मनी? पैसा 100? हाँ 100 क्या ये. हाँ ओके. हाँ 100 रुपया. मैं हिंदी के नहीं. हाँ थोड़ा हिंदी थोड़ा. हाँ थोड़ा मतलब नहीं. हाँ हाँ एंड या ट्वेल ओके. इक्वल. ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് നമ്മൾ നേരെ നിസർഗതയിലെത്തി. നിസർഗതേൻ്റെ ഉള്ളിൽ നമ്മൾ കയറുന്നില്ല. കാരണം നമ്മൾ ഇന്ന് മെയിനായിട്ട് വന്നത് എലിഫൻ്റ് ക്യാമ്പ് കാണാനാണ്. അതിൻ്റെ സമയം തെറ്റിയത് കൊണ്ടാണ് നമ്മൾ ഗോൾഡൻ ടെമ്പിളും നിസർഗതയും അതേപോലെ ഒരു ഡാമും കാണാൻ തീരുമാനിച്ചത്. പതിവ് പോലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രത്തിലും കാണുന്ന പോലെ തന്നെ സുവനീർ കടകളും ഹോട്ടലുകളും ഐസ്ക്രീം പാർലറുകളൊക്കെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. കൊടകിൽ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ സന്ദർശിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നിസർഗതമ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ദിവസവും വന്നു പോകുന്നൊരു സ്ഥലം. ഇവിടെ എൻട്രൻസ് ഫീ 60 രൂപയാണ്. പിന്നെ കാർ പാർക്കിംഗ് എല്ലാം വേറെ കൊടുക്കണം. ഒരുപാട് വാഹനങ്ങൾ വന്ന് നിർത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് നിസർഗതമ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് കണ്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു 3 മണിക്കൂറെങ്കിലും സമയം വേണം. ആയങ്കി ഡാമിലെത്തി. ആയങ്കി ഡാമിലും ഒരു എലിഫൻ്റ് ക്യാമ്പ് ഉണ്ട്. അതും 4 മണിക്കാണ് ഓപ്പൺ ആവും. മ്യൂസിക് ഫൗണ്ടൻ 7 മണി മുതൽ 7:30 മണി വരെ വൈകുന്നേരം.
നമ്മളിപ്പോൾ ഡാമിൻ്റെ അടുത്തെത്തി. വെള്ളമില്ല, വെള്ളം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഡാമിൻ്റെ ഭാഗത്തുള്ളത്. ഷട്ടറൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. നല്ല ഗ്രാനൈറ്റ് പാകിയ നടപ്പാത. ഗ്രാനൈറ്റ് ഇത്. ഡാം വറ്റി വരണ്ടിട്ടുള്ള സംഭവം. പൊളി വൈബുള്ള സ്ഥലം തന്നെയാണ്, പക്ഷേ മെയിൻ്റനൻസ് വളരെ വീക്കാണ്. നല്ല ആൾ വരുന്നുണ്ട് കേട്ടോ അവിടെ. നമ്മൾ നിൽക്കുന്ന ഈ ഡാമിൻ്റെ പരിസരത്ത് തന്നെ വേറൊരു എലിഫൻറ്റ് ക്യാമ്പ് ഉണ്ട്. അവിടെ 4:30 മണിക്കാണ് ഓപ്പൺ ആവുക എന്ന് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നമുക്ക് താല്പര്യം ഡബാരു എലിഫൻറ്റ് ക്യാമ്പ് കാണാനായിരുന്നു. നമ്മൾ പിന്നൊരു ദിവസം അതിനായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഡാമിൻ്റെ അടുത്തെത്തി. ഇവിടെ ഡാം ഷട്ടറൊക്കെ പൂട്ടിയ നിലയിലാണ്. സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ വെള്ളം ചാടുന്ന കാഴ്ച നമുക്ക് കാണാനാകുന്നില്ല. വളരെ ദൂരത്താണുള്ളത്. ഡാമിൻ്റെ അടുത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല. കണ്ട നീ വെച്ചാ I would say. Number. നമ്മളങ്ങനെ തിരിച്ച് വരുമ്പോൾ മാക്കൂട്ട ചെക്ക് പോസ്റ്റിൻ്റെ ഏരിയത്ത് എത്തിയപ്പോൾ നല്ല മഴ പെയ്തു. ഞങ്ങൾ ചെക്ക് പോസ്റ്റിൻ്റെ സൈഡിലുള്ള ബസ് സ്റ്റോപ്പിൽ കയറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് സഞ്ചരിച്ചാൽ നമുക്ക് കേരളത്തിലെത്താം. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ആ ഒരു കാഴ്ചയൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.